അതിർത്തിയിലൂടെ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിർത്തി വഴിയാണ് കൊണ്ടുവരേണ്ടത്. അതിർത്തിയിലൂടെ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുവരാം എങ്കിൽ മറ്റു പലതും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നൂടെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് തന്നെ ആയുധങ്ങൾ, എക്സ്പ്ലോസീവ്സ്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ വാഹനങ്ങൾ വന്ന് ഫോറസ്റ്റിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. ഫോറസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് സ്ഥലത്ത് ഞാനത് കണ്ടു. അപ്പം ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ വരുന്നത് ചില ഫോറസ്റ്റ് ഏരിയ കുടിസ് വഴികളുണ്ട്, അതിലൂടെ ഓടിച്ചു വരും. ആ വഴി സ്പെയർ പാർട്സും വരും. അതൊന്നും ആര് ചെക്ക് ചെയ്ത്, ഈ ബോർഡറിലൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 7-8 സ്റ്റേറ്റുകളുണ്ട്, മണിപ്പൂർ, നാഗാലാൻഡ്, ഇങ്ങനെ ത്രിപുരയെല്ലാം കിടക്കുന്നു. അവിടെയൊക്കെ ഇൻഫിൽട്രേഷനാണ്. മറ്റേ ബർമയിൽ നിന്നും മറ്റൊരു ഇഷ്ടംപോലെ സാധനങ്ങൾ വരികയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇവിടെയൊക്കെ സിമ്പിളാണ്. ഭൂട്ടാൻ ഏരിയയിലും നേപ്പാളിലും അധികം ഇല്ല, കുറച്ചുകൂടെ സെക്യൂരിറ്റി കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ 8 സ്റ്റേറ്റിനകത്ത് വരുന്ന സാധനങ്ങൾ, അത് ഫോറിൻ സാധനങ്ങളെല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊന്നും നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കയ്യും കണക്കുമില്ല. ഇല്ല, അത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയില്ല.